Very good morning, all of you. In Kerala Set History, the next part ആണ് ലേൺ വിത്ത് ഡോക്ടർ ഹേമ രാമചന്ദ്രൻ. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫോറിൻ സോഴ്സസ് ഓഫ് ഏൻഷ്യൻറ്റ് ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. ഫോറിൻ സോഴ്സസ് ഓഫ് ഏൻഷ്യൻറ്റ് ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പോൾ നമുക്ക് ഫോറിൻ സോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോറിൻ സോഴ്സസ് എന്ന് പറയുന്നത് റിട്ടൺ റെക്കോർഡ്സ്, ട്രാവലേഴ്സ്, അംബാസഡേഴ്സ്, സ്കോളേഴ്സ്, റൈറ്റേഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇവരൊക്കെ ഇന്ത്യയെ പറ്റി എന്ത് എഴുതി എന്നതിനെ പറ്റി പഠിക്കുന്നതിനെയാണ് ഫോറിൻ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു എക്സ്റ്റേണൽ ആളുടെ പെർസ്പെക്റ്റീവ് കാണിക്കുന്നു അല്ലേ. അത് ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റി, ഇന്ത്യൻ പൊളിറ്റിക്സിനെ പറ്റി, അതുപോലെ എഡ്യൂക്കേഷൻ, ട്രേഡ് ആൻഡ് കൾച്ചർ എങ്ങനെ നടന്നിരുന്നു, അന്നത്തെ കാലം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഫോറിനായിട്ടുള്ള ആൾക്കാർ പറയുമ്പോൾ അതിന് വ്യത്യസ്തതയുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫോറിൻ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലുള്ള ഓഡിയൻസ് ക്വസ്റ്റ്യനൊക്കെ ഒന്ന് ആൻസർ ചെയ്യണേ. അതുപോലെ തന്നെ ഇന്ന് ഞാനൊരു ഓഡിയൻസ് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതും നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. ഓക്കെ, സോ അങ്ങനെ നമുക്ക് പഠിച്ച് മുന്നേറാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഫോറിൻ സോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം, ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് ഗ്രീക്ക് ആൻഡ് റോമൻ സോഴ്സസ് ആണ്. ഗ്രീക്ക് ആൻഡ് റോമൻ സോഴ്സസ് എന്ന് പറയുന്നത് ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ മൗര്യൻ പീരീഡിനെ ആണ് പോയിൻ്റ് ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യക്ക് മെഡിറ്ററേനിയൻ വേൾഡുമായിട്ട് എന്തൊക്കെ കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു എന്നതിനെ പറ്റിയാണ്. അപ്പം നമ്മളിപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരുപാട് പറയുന്നില്ല, അതിന് പകരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ അതേ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതിനുള്ള കണ്ടൻറ്റാണ് ഞാനിപ്പോൾ എഴുതിയേക്കുന്നത്. അതിലുള്ള ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സ്, ഗ്രീക്ക് ആൻഡ് റോമൻ സോഴ്സസിലുള്ള റൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെഗസ്തീനസ്, അരിയൻ, ദെൻ സ്ട്രാബോ, പ്ലൈനി ദ എൽഡർ, ടോളമി, ഇവരൊക്കെയാണ് ഗ്രീക്ക് ആൻഡ് റോമനിൽ പ്രധാനികളായിട്ടുള്ള ആൾക്കാരെ. അപ്പോൾ അതിൽ ഓരോരുത്തരെയും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. മെഗസ്തീനസ് എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത മൗര്യയുടെ അംബാസഡറായിരുന്നു, ഗ്രീക്ക് അംബാസഡറായിരുന്നു. അദ്ദേഹം പിന്നെ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഒറിജിനൽ വർക്ക് എന്ന് പറയുന്നത് ഇൻഡിക്ക എന്നാണ് അതിൻ്റെ പേര്. ഇത് ഇൻഫർമേഷൻ ഫ്രം ഇറ്റ് ഈസ് പ്രിസർവ്ഡ് ത്രൂ കൊട്ടേഷൻസ് ആൻഡ് റെഫറൻസസ് ബൈ ലേറ്റർ റൈറ്റേഴ്സ്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ബുക്ക് അധികം ഇല്ല, അത് പിന്നീട് കാണാതായി എന്ന് തന്നെ പറയാം. അതായത് ചിലപ്പോൾ അതൊക്കെ ആളുകൾ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകത്തില്ല. അപ്പം പക്ഷേ അത് കഴിഞ്ഞിട്ട് വന്ന ആൾക്കാർ, ലേറ്റർ റൈറ്റേഴ്സൊക്കെ അതിനെപ്പറ്റി ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഇൻഡിക്ക എന്ന് തന്നെ പറയണം, മെഗസ്തീനസ്. അപ്പോൾ അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യയുടെ അംബാസഡറായിരുന്നു. അടുത്തത് ആര്യൻ. ആര്യൻ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഹിസ്റ്റോറിയനായിരുന്നു, ഹു റോട്ട് അബൌട്ട് ഇന്ത്യ ഡ്യൂറിങ് ദി റെയിൻ ഓഫ് അലക്സാണ്ടർ. അലക്സാണ്ടറുടെ ക്യാമ്പയിനും മെഗസ്തീനസിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ആര്യൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇൻഡിക്ക തന്നെയാണ്. അപ്പോൾ മേ ബി മെഗസ്തീനസിനെയൊക്കെ ഫോളോ ചെയ്തു എന്നർത്ഥം. അലക്സാണ്ടറുടെ ഇൻവേഷൻ ഓഫ് ഇന്ത്യയെ പറ്റി പറഞ്ഞിരിക്കുന്നത് ആര്യനാണ്. അടുത്തത് സ്ട്രാബോ. സ്ട്രാബോവും ഒരു ഗ്രീക്ക് ജോഗ്രഫറായിരുന്നു. അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ പേരാണ് ജോഗ്രാഫിക്ക. അതൊന്ന് പ്രത്യേകമായിട്ട് നോക്കണം, ജോഗ്രാഫിക്ക. അപ്പോൾ ഇതേപോലെ ഒരു വർക്ക് ഇനിയും വരാൻ പോകുന്നുണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ അബൌട്ട് ഇന്ത്യ ബേസ്ഡ് ഓൺ ഏർലിയർ ഗ്രീക്ക് അക്കൗണ്ട്സ്. ഏർലിയർ ഗ്രീക്ക് അക്കൗണ്ട്സിനെ പറ്റി ട്ടുള്ള ഇൻഫർമേഷൻ ഇദ്ദേഹത്തിൻ്റെ ഈ ജോഗ്രാഫിക്കയിലുണ്ട്. അടുത്തത് പ്ലൈനി ദ എൽഡറാണ്. പ്ലൈനി ദ എൽഡറുടെ ഇമ്പോർട്ടൻറ്റ് വർക്കിൻ്റെ പേരാണ് നാച്ചുറൽ ഹിസ്റ്ററി. അദ്ദേഹം ഒരു റോമൻ റൈറ്ററായിരുന്നു. അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്ത ഇന്ത്യയെ, ഇന്ത്യൻ പ്രോഡക്ട്സിനെ, പിന്നെ ഇന്ത്യയുടെ ട്രേഡ് എങ്ങനെയായിരുന്നു അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് പ്ലൈനി ദ എൽഡർ. അപ്പോൾ ഇവരെയൊക്കെ ഫോക്കസ് ചെയ്ത് സെറ്റിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ ജസ്റ്റ് ഇവരെ എന്താ എഴുതിയിരിക്കുന്ന ബുക്ക് എന്താണെന്നൊന്ന് ജസ്റ്റ് നോക്കിപ്പോണം. ഓക്കെ, ഇനി അടുത്ത ചൈനീസ് സോഴ്സസ് ഉണ്ട്. ചൈനീസും ബുദ്ധിസ്റ്റ് ട്രാവലേഴ്സ് ഒരുപാട് ഇന്ത്യയിൽ ഇങ്ങനെ നടന്ന് കണ്ടിരുന്നു അല്ലേ, ട്രാവലേഴ്സായിട്ട് കണ്ടിരുന്നു. അവർ ബുദ്ധിസത്തിനെയും ബുദ്ധിസ്റ്റ് മാനുസ്ക്രിപ്റ്റ്സിനെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻറ്റ് ട്രാവലേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാക്സിയൻ, സുവാങ് സാങ്, ഏജിങ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ആ പേരുകൾ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അതിലെ ഫാക്സി എന്ന് പറയുന്നത് ഈ വിസിറ്റഡ് ഫാഹിയൻ എന്നാണ് ശരിക്കും പറയുന്നത്. അദ്ദേഹം ഗുപ്ത പീരീഡിലുണ്ടായിരുന്ന ആളാണ് ഫാക്സിയൻ. ദെൻ ഹുവാൻ സാങ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സ്വാങ് സാങ് എന്നാണ് എഴുതുന്നതെങ്കിലും ഹുവാൻ സാങ് എന്നാണ്
പേര് പറയുന്നത്. അപ്പോൾ അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. അദ്ദേഹം ഹർഷയുടെ പീരീഡിലായിരുന്നു ഉണ്ടായിരുന്നത്. 7th century CE ആണ്. അപ്പം അദ്ദേഹം ഗ്രേറ്റ് ടാങ് റെക്കോർഡ്സ് ഓൺ ദ വെസ്റ്റേൺ റീജിയൻസ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയെ പറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ബുക്കാണ്. ഓക്കെ, അടുത്തത് എയ്ജിങ്, ഐസിങ് എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. എയ്സിങ് ആണെങ്കിൽ അനദർ ചൈനീസ് ബുദ്ധിസ്റ്റ് ട്രാവലറായിരുന്നു. 7th centuryയിലാണ് ഇന്ത്യയെ വിസിറ്റ് ചെയ്ത്. ഈ പ്രൊവൈഡ്സ് വാല്യുബിൾ ഇൻഫർമേഷൻ ഓൺ നളന്ദ ആൻഡ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ. അതിനെപ്പറ്റിയാണ് അദ്ദേഹം കൂടുതലായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇവരൊക്കെ എന്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പേരുകൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. അടുത്തത് അറബ് ആൻഡ് പെർഷ്യൻ സോഴ്സസ്. അതിൽ ഇമ്പോർട്ടൻ്റ് അൽബറൂണി നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം 11th century സ്കോളർ ഹു വിസിറ്റഡ് ഇന്ത്യ, സ്റ്റഡീഡ് ഇന്ത്യ എക്സ്റ്റെൻസീവ്ലി സ്റ്റഡി ചെയ്ത ആളാണ് അൽബറൂണി. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് വർക്ക് കിതാബ് അൽ ഹിന്ദാണ്. ഇറ്റ് ഈസ് എ ഫുള്ളി അറബിക് ടൈറ്റിൽ, ഓഫൺ ട്രാൻസ്ലേറ്റഡ് ആസ് ബുക്ക് ഓഫ് ഇന്ത്യ. ബുക്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുമുണ്ട്. അത് നമ്മൾ ഒന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട് ഇങ്ങനെ ഒരു ടേബിൾ ഫോം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ മെഗസ്തീനസ് ഗ്രീക്ക് റീജിയനിലുള്ളതാണ്. മൗര്യൻ പീരീഡിൽ വിസിറ്റ് ചെയ്തതാണ്. അദ്ദേഹത്തിന് ഇമ്പോർട്ടൻ്റ് വർക്ക് ഇൻഡിക്ക, ചന്ദ്രഗുപ്ത മൗര്യയായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. പ്ലൈനി റോമനാണ്. പീരീഡ് ഏൻഷ്യൻ്റ്, ഇമ്പോർട്ടൻ്റ് വർക്ക് നാച്ചുറൽ ഹിസ്റ്ററി, ഇന്ത്യ ആൻഡ് ട്രേഡിനെ പറ്റിയാണ് കൂടുതൽ എഴുതിയിരിക്കുന്നത്. ടോളമി ഗ്രീക്കാണ്, ഏൻഷ്യൻ്റ് പീരീഡിലാണ്. ജോഗ്രാഫിയ എന്ന് പറഞ്ഞിട്ടൊരു ഇമ്പോർട്ടൻ്റ് വർക്ക് എഴുതിയിട്ടുണ്ട് അസോസിയേറ്റഡ് വിത്ത് ജോഗ്രഫി. ഫാക്സിയൻ ചൈനീസ് ഗുപ്ത പീരീഡിലാണ്. ട്രാവൽ അക്കൗണ്ട്സാണ് എഴുതിയിരിക്കുന്നത്. ചന്ദ്രഗുപ്ത ടൂവിൻ്റെ സമയത്താണ്. സ്വാങ്സാങ് ചൈനീസാണ്, 7th centuryയിലാണ്. ഗ്രേറ്റ് ടാങ് റെക്കോർഡ്സ് ആണ് ഇമ്പോർട്ടൻ്റ് വർക്ക് ഹർഷയുടെ പീരീഡിലാണ്. അപ്പോൾ എയ്സിങ് ചൈനീസ് 7th century. ബുദ്ധിസ്റ്റ് റെക്കോർഡ്സ് നളന്ദ, ബുദ്ധിസത്തിനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. അൽബറൂണി പേർഷ്യൻ, അദ്ദേഹം ഖറാസ്മിയൻ സ്കോളറും കൂടെയാണ്. പീരീഡ് 11th centuryയിലാണ്. കിതാബ് അൽ ഹിന്ദ് എന്നുള്ള ഇമ്പോർട്ടൻ്റ് വർക്ക് എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ സിവിലൈസേഷനെ പറ്റിയിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു ടേബിളാണ്. നമ്മൾ ജസ്റ്റ് നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ചൈനീസ് പേരുകളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അൽബറൂണിയൊക്കെ പെർഷ്യൻ ആണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. വേറെ നമ്മൾ നോക്കേണ്ടത് മെഗസ്തീനസ് ഗ്രീക്ക്, പ്ലൈനി റോമൻ, ടോളമി ഗ്രീക്ക്. ഇത്രയും വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ കൂടെ പോവും അല്ലേ. അപ്പോൾ ഇനി വീണ്ടും നമുക്കൊന്ന് ക്വിക്ക് റിവിഷൻ, ഈ എക്സാമിൻ്റെ ഫാക്ട്സ് പെട്ടെന്നൊന്ന് നോക്കാം. മെഗസ്തീനസ് എഴുതിയിരിക്കുന്ന ഇൻഡിക്ക ചന്ദ്രഗുപ്ത മൗര്യയുടെ പീരീഡാണ്. ഫാക്സിൻ ചന്ദ്രഗുപ്ത ടൂയുടെ പീരീഡ് തന്നെയാണ്, ഗുപ്ത പീരീഡാണ് എഴുതിയിരിക്കുന്നത്. സാങ് ഹർഷ നളന്ദയെ പറ്റി എഴുതിയിരിക്കുന്നു. ഏജിങ് ബുദ്ധിസം, മൊണാസ്റ്റിക് എഡ്യൂക്കേഷൻ. അൽബറൂണി കിതാബ് അൽ ഹിന്ദ് 11th century ഇന്ത്യയെ പറ്റി എഴുതിയിരിക്കുന്നു. പ്ലൈനി നാച്ചുറൽ ഹിസ്റ്ററി, ട്രേഡിനെ പറ്റി എഴുതിയിരിക്കുന്നു. ടോളമി ജോഗ്രഫിയെ പറ്റി എഴുതിയിരിക്കുന്നു. പെരിപ്ലസ് സ്പോർട്സ്, മാരിടൈം, ട്രേഡിനെ പറ്റി എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിലേക്ക് നമുക്ക് പഠിക്കാനുള്ള ഫാക്ട്സുകൾ. ഓക്കെ, സോ നമ്മൾ ഇനിയും ചോദിച്ച ചോദ്യങ്ങളിലേക്ക് പോയി. ഇതെല്ലാം സെറ്റ് ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഫോറിൻ ട്രാവലർ കമൻറ്റഡ് റിഗാർഡിംഗ് സ്ലേവ് വിമൻ ഇൻ ഏൻഷ്യൻ ഇന്ത്യ ദാറ്റ് ദ കിങ് വാസ് വെയ്റ്റഡ് അപ്പോൺ ബൈ വിമൻ പർച്ചേസ് ഫ്രം ദിയർ പേരൻസ്. സ്ട്രാബോ ആണോ എഴുതിയത്, ഫിലോസ്ട്രാസസ് ആണോ, ഡിയോഡോറസ് ആണോ, മെഗസ്തീനസ് ആണോ എഴുതിയത്? വിച്ച് ട്രാവലർ കമൻറ്റഡ് റിഗാർഡിംഗ് സ്ലേവ് വിമൻ ഇൻ ഏൻഷ്യൻ ഇന്ത്യ കിങ് വാസ് വെയ്റ്റഡ് അപ്പോൺ ബൈ വിമൻ പർച്ചേസ് ഫ്രം ദിയർ പേരൻസ്. ഇങ്ങനെ എഴുതിയിരിക്കുന്ന ആരാണ്? മെഗസ്തീനസ് ആണ്. മെഗസ്തീനസ് വാസ് എ ഗ്രീക്ക് അംബാസിഡർ അസോസിയേറ്റ് വിത്ത് ദ കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ. മെഗസ്തീനസ് എഴുതിയിരിക്കുന്ന കാര്യമാണ്. അതായത് സ്ലേവ് വിമനെ ഇങ്ങനെയായിട്ട് പേരൻസിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കൊടുത്തിരുന്നു എന്ന് എഴുതിയിരുന്നത് മെഗസ്തീനസ് ആണ്. സോ ആൻസർ ഈസ് മെഗസ്തീനസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ റോട്ട് ജോഗ്രഫിക്ക വിച്ച് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ഏൻഷ്യൻ്റ് ഇന്ത്യ? ടോളമി, സ്ട്രാബോ, മെഗസ്തീനസ്, ഡയോനിസസ്. അപ്പോൾ സ്ട്രാബോ ആണ് എഴുതിയിരിക്കുന്നത്. സ്ട്രാബോ വാസ് എ ഗ്രീക്ക് geographer and historian. His Geographica indicates information about India based on earlier Greek accounts. സ്ട്രാബോ ആണ് ജോഗ്രാഫിക്ക എന്നുള്ള ആ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ടേബിളിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും.
Which of the following travelers is associated with ancient Indian history? Ancient Indian history ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ട്രാവലർ ആരാണ്? മെഗസ്തീനസ്, കല്ലാന, ബാനഭട്ട, കൗഡില്യ. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ അറിയാലോ, മെഗസ്തീനസിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. മെഗസ്തീനസ് വാസ് എ ഗ്രീക്ക് അംബാസഡർ ഹു വിസിറ്റഡ് ദ കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ ആൻഡ് റോട്ട് ഇന്ത്യക്ക എന്നുള്ള ബുക്ക് എഴുതിയിരിക്കുന്ന അദ്ദേഹമാണ്. അപ്പം നീ ഓഡിയൻസിനൊരു ക്വസ്റ്റ്യൻ ആണേ. ദ വർക്ക് Foreign Notices of South India from Megasthenes to Mahoon was authored by K.M. Panikkar, Barton Stein, Noburu Kasima, K.A. നീലകണ്ഠ ശാസ്ത്രി. ഇതിലാരാണ് എഴുതിയിരിക്കുന്നതെന്ന് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് ചോദിച്ച ചോദ്യമാണ്, എസ്സെറ്റിന് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിലുള്ള ഒരാൾ എഴുതിയിരിക്കുന്നതാണ് സൗത്ത് ഇന്ത്യയെ പറ്റി. അതാരായിരിക്കും? അപ്പോൾ ഈ പറഞ്ഞ ആളിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. K.M. പണിക്കർ, ബർട്ടൺ. അപ്പോൾ ഇതിൽ നമുക്ക് 2 ചോയ്സസിൽ നിന്ന് ഏതോ ഒരാളാണ്. K.M. പണിക്കരോ K.A. നീലകണ്ഠ ശാസ്ത്രിയോ ആരോ ആണ്. മെഗസ്തീനസ് തൊട്ട് മാഹൂൻ വരെയുള്ള സമയത്ത് സൗത്ത് ഇന്ത്യയെ പറ്റി എഴുതിയിരിക്കുന്ന ആരാണെന്നുള്ളതാണ്. കമൻറ്റ് ചെയ്യണേ തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് നോക്കണം. ഞാനൊന്നും കൂടെ റിമെമ്പർ ചെയ്യാനായിട്ട് വീണ്ടും ആ ഫോറിൻ സോഴ്സസ് ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ്. മെഗസ്തീനസ് എഴുതിയിരിക്കുന്ന ഇന്ത്യക്ക ചന്ദ്രഗുപ്ത മൗര്യയുടെ പീരീഡിലാണ്. സ്ട്രാബോ ജോഗ്രാഫിക്ക ഏൻഷ്യൻ്റ് ഇന്ത്യയെ പറ്റി. ടോളമിയും ജോഗ്രാഫിക്കെ പോലെ ജോഗ്രാഫിയ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മറന്നുപോലെ സ്ട്രാബോ ജോഗ്രാഫിക്ക, മറ്റേ ടോളമി ജോഗ്രഫിയെ പറ്റി എഴുതിയിരിക്കുന്നു. ഫാക്സിയൻ ചന്ദ്രഗുപ്ത ടു ഗുപ്ത പീരീഡിനെ പറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. സ്വാങ് സാങ് ഹർഷ നളന്ദയെ പറ്റി. ഈജിങ് ആണെങ്കിൽ ബുദ്ധിസം മൊണാസ്റ്റിക് ലൈഫിനെ പറ്റി. അൽബറോണി കിതാബ് അൽ ഹിന്ദ് ഇന്ത്യൻ സിവിലൈസേഷനെ പറ്റി എഴുതിയിരിക്കുന്നു. മാഹൂൺ ഫോറിൻ നോട്ടീസസ് ഓഫ് ലേറ്റർ മെഡീവൽ സൗത്ത്. അപ്പോൾ ഇത്രയാണ്. കീപ് വാച്ചിങ് മൈ ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ബി ഹാപ്പി. ആൻഡ് ഇതുവരെയുള്ള സെറ്റിൻ്റെ എല്ലാ വീഡിയോസും ഒന്ന് കാണണേ. ആൻഡ് തീർച്ചയായിട്ടും ഇത്തവണ സെറ്റ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഹിസ്റ്ററിയുടെ ചോദ്യങ്ങളോ ഒക്കെ നമ്മളെല്ലാം സെറ്റിൻ്റെ ചോദ്യങ്ങൾ തന്നെയാണ് എല്ലാ സ്ലൈഡ്സിലും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റിൽ പറയുന്ന അതായത് പെട്ടെന്ന് ഓർക്കാനുള്ള ടേബിളില്ലേ, അതെല്ലാ വീഡിയോസിൻ്റെ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ വീഡിയോസ് നിങ്ങൾക്ക് സഹായമാവും. ഓക്കെ, സോ ഐ വിൽ ബി കമ്മിങ് അപ്പ് വിത്ത് മോർ വീഡിയോസ് and please keep watching and subscribe my channel. Thank you.